കുടിയേറ്റത്തിന്റെ പേരിൽ കയ്യേറ്റം അനുവദിക്കില്ല എന്ന് മന്ത്രി കെ രാജൻ. പരുന്തുംപാറ കയ്യേറ്റ വിഷയത്തിൽ നിയമസഭയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. പരുന്തുംപാറയിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ടെന്നും ഈ മാസം 7 മുതൽ മെയ് 2 വരെ അവിടെ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി സഭയിൽ പറഞ്ഞു. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 50,000-ലധികം പട്ടയമാണ് സാർ ഇടുക്കി ജില്ലയിൽ മാത്രം വിതരണം ചെയ്തത്. കുടിയേറ്റത്തിന്റെ മറവിൽ നടക്കുന്ന അനധികൃതമായ കയ്യേറ്റങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് സാർ ഈ ഗവൺമെന്റിനുള്ളത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ബൈസൺ വാലി വില്ലേജിലെ ചൊക്രമുടിയിലും പീരുമേട് താലൂക്കിലെ പരുന്തുംപാറയിലും നടന്ന കയ്യേറ്റങ്ങൾക്കെതിരെ സർക്കാർ സ്വീകരിച്ച ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ സമീപനം തന്നെ വ്യക്തമാക്കുന്നതാണ് സാർ. ചൊക്രമുടിയിലെ കയ്യേറ്റം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടതു മുതൽ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിരന്തരമായ നിലപാടുകളുടെ ഫലമാണ് 14/3/2025 അവിടെയുണ്ടായ എല്ലാ വ്യാജ പട്ടയങ്ങളും തണ്ടപ്പേരും റദ്ദു ചെയ്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച നടപടിയുണ്ടായത്. സാർ, ഭൂമി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുമ്പോൾ കയ്യേറ്റക്കാർ കോടതിയിൽ പോയി ഉത്തരവുകൾ ഒഴിപ്പിക്കലിനെതിരെ ഉണ്ടാകുന്ന നടപടികൾ ഇക്കാര്യത്തിൽ ഒഴിവാക്കുന്നതിന് വേണ്ടി ഭൂപതിവ് ചട്ടപ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് 6 തവണ ഹിയറിംഗിന് അവസരം കൊടുത്ത് എല്ലാ വിധത്തിലും മൈനർ സർക്യൂട്ട് എല്ലാ വിധത്തിലും കൂടുതൽ വിശദാംശങ്ങളുമായി നിയമസഭയിൽ നിന്നും വിനയ ചേരുന്നു. വിനയ, ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്, സഭയിൽ ചർച്ചയാകുന്നു. ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയാണ് അനധികൃത കയ്യേറ്റങ്ങൾ നടക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അതോടൊപ്പം തന്നെ ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് സർക്കാരും പറയുന്നുണ്ട്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇടുക്കിയിലെ പരുന്തുംപാറയിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് നടക്കുന്ന വൻകിട കയ്യേറ്റങ്ങളെല്ലാം തന്നെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം അനുമതി തേടിയത്. എന്നാൽ കയ്യേറ്റങ്ങളോടെല്ലാം തന്നെ മുഖം നോക്കാതെയുള്ള നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. പരുന്തുംപാറയിൽ ഉൾപ്പെടെ കർശനമായ നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു. കുടിയേറ്റക്കാരെയും കയ്യേറ്റക്കാരെയും രണ്ടായി കണ്ടുകൊണ്ട് മലയോര കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടിയാണ് സംസ്ഥാന സർക്കാർ എടുത്തത്. കയ്യേറ്റ കേസുകളിൽ, അനധികൃത കയ്യേറ്റ കേസുകളിലെല്ലാം കോടതിയിലെ നടപടികളെല്ലാം തന്നെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള വീഴ്ചകളും ഉണ്ടായിട്ടില്ല എന്നതെല്ലാം തന്നെ കണക്കുകൾ നിരത്തി പറഞ്ഞുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത്. പക്ഷേ സംസ്ഥാനത്ത് 100 കണക്കിന് വ്യാജ പട്ടയങ്ങൾ ആളുകൾ കൈക്കലാക്കുന്നുണ്ട്. അവർക്കെതിരെയൊന്നും യാതൊരു വിധത്തിലുള്ള നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. ഈ ഇടുക്കിയിൽ ഉൾപ്പെടെ 344 ഏക്കർ വ്യക്തികളുടെ പേര് പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വി ഡി സതീശൻ ഇക്കാര്യം പറഞ്ഞത്. ഇത്തരത്തിൽ വ്യക്തികൾ ഭൂമി കയ്യേറുകയും അത് മറിച്ചു വിൽക്കുകയും ചെയ്യുന്നു. 2.5 ഏക്കർ പാറക്കെട്ട് പൊളിച്ച് 2.5 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചിട്ടും ആ വ്യക്തിക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചില്ല. രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചത്. അതുകൊണ്ട് ഈ വിഷയം കൃത്യമായിട്ടും സഭ ചർച്ച ചെയ്യണമെന്നുള്ള ഒരു ആവശ്യവും അദ്ദേഹം ഉന്നയിക്കുകയുണ്ട്. എന്നാൽ ഈ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചില്ല. എന്തായാലും കയ്യേറ്റം സംബന്ധിച്ച് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ളൊരു വാക്കേറ്റം ഈ അടിയന്തര പ്രമേയത്തിന്റെ അനുമതി സംബന്ധിച്ച് സഭയിലുണ്ടായി. പക്ഷേ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാൻ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുകയും ചെയ്തു. ശരി, കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും രണ്ടായി കാണുമെന്ന് സർക്കാർ പറയുന്നു. പ്രതിപക്ഷ ആരോപണങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട്.